മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന കഠിന വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പൗലോസിനോട് തനിക്ക് വേണ്ടി ഒരു ഭക്ഷണവും ഉണ്ടാക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് അലീനയെ അന്വേഷിക്കുകയും അലീന തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പൗലോസ് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അവൾ സ്വയം തീരുമാനമെടുത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഫുഡ് കഴിച്ചതിന് ശേഷം അലീനയുടെ മുറിയിലോട്ട് പോയി നോക്കുന്ന സമയത്ത് മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്ത് അവൾ റെസ്റ്റ് എടുക്കുകയായിരിക്കും. വ്രതമായതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയായിരിക്കും. ശല്യപ്പെടുത്തണ്ട, അവൾ പുറത്ത് വരുന്ന സമയത്ത് സംസാരിക്കാം എന്നൊക്കെ കരുതിയിട്ട് സ്റ്റാൻലി തിരിച്ചു പോവുകയാണ്. അങ്ങനെ പിന്നീട് തൻ്റെ സൈറ്റിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പൗലോസും അതുപോലെ തന്നെ ആൻ്റപ്പനും ഒക്കെ അലീനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവളെന്താ പട്ടിണി കിടക്കുകയാണോ വ്രതം എന്ന് പറഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അവൾ പല പ്ലാനിങ്ങിലൂടെയാണ് ഇവിടെയുള്ളവരെ മനസ്സ് കീഴടക്കുന്നത് എന്നൊക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാൻലി തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്തും അലീനയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആൻ്റപ്പൻ പറയുന്നുണ്ട്, അത് ഇതുവരെ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, മുറിയിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ചെന്ന് അന്വേഷിക്കുകയോ അലീന എന്തെടുക്കുക എന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ വാതിലടച്ച് കിടക്കുകയല്ല, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല, ഇനി ഉറങ്ങുകയായിരിക്കും എന്ന് കരുതി എന്നൊക്കെ പറയുമ്പം അതെന്താണോ, ഉറങ്ങുകയാണെങ്കിലും ഇടയ്ക്കൊന്ന് വിളിച്ച് നോക്കണ്ടേ, വ്രതം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലോ നമ്മളതൊക്കെ നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റപ്പനോട് ചൂടായിട്ട് സ്റ്റാൻലി അലീനയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വാതിലിന് തട്ടുന്നുണ്ട്. ഒരുപാട് നേരം തട്ടിയിട്ടും അലീന വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് സ്റ്റാൻലിക്ക് പേടിയാവുകയാണ്. എന്നിട്ട് ആൻ്റപ്പനോട് പറയുന്നുണ്ട്, ഇതെന്തായാലും മുകളിലല്ല അവൾ ലോക്ക് ചെയ്തിരിക്കുന്നത്, കീ കൊണ്ട് പൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് അലീന തുറക്കുന്നില്ല, ഏത് ക്ഷീണമാണെങ്കിലും അവൾ എണീറ്റ് വന്ന് തുറക്കേണ്ടതാണ്, ആൻ്റപ്പ ഇതിൻ്റെ ചാവി നിൻ്റെ കയ്യിലില്ലേ, അതെടുത്തുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റപ്പനോട് ചാവി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അങ്ങനെ ആൻ്റപ്പൻ ചാവി എടുത്തുകൊണ്ട് വരികയും സ്റ്റാൻലി തുറന്നു നോക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് അലീന താഴെ കിടക്കുന്നതാണ് കാണുന്നത്. താഴെ ബോധം കെട്ട് കിടക്കുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് സങ്കടത്തോടു കൂടി അലീന എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൻ്റപ്പനോട് വെള്ളം കൊണ്ടുവരാൻ പറയുകയും വെള്ളം മുഖത്തേക്ക് കുടഞ്ഞിട്ട് നോക്കുകയും ആ സമയത്ത് വളരെയധികം ക്ഷീണിച്ചിരുന്നു. അങ്ങനെ പതുക്കെ അലീന കണ്ണുകൾ തുറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വേണ്ടാത്ത ഓരോ വ്രതം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നത്, നിനക്ക് എന്തിൻ്റെ കേടാ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വ്രതം എടുക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ പപ്പയ്ക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നീ എന്ത് വ്രതം എടുക്കാനാ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ പപ്പയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ, പിന്നെ പ്രധാനപ്പെട്ടത് പപ്പയുടെ കള്ളുകൂടി നിർത്തണമെങ്കിൽ ഞാൻ ഈ വ്രതം അവസാനിപ്പിക്കുകയുള്ളൂ, അതും കൂടെ എൻ്റെ ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന നീ വെറുതെ വാശി പിടിക്കരുത്, എൻ്റെ കള്ളുകൂടി ആര് നിർത്താൻ വിചാരിച്ചാലും അത് നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഭക്ഷണവും കഴിക്കുന്നില്ല, പപ്പ കള്ളു കുടിക്കുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, അതെൻ്റെ വാശി തന്നെയാണെന്ന് കൂട്ടിക്കോ, എന്തായാലും എനിക്കൊരു ഭക്ഷണവും വെള്ളവും വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ആൻ്റപ്പൻ കൊണ്ടുവന്ന വെള്ളം സ്റ്റാൻലി കുടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അലീന അത് കുടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ തൊണ്ടയിൽ നിന്ന് പപ്പ കള്ളു കുടിക്കുന്നിടത്തോളം കാലം ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയിലും ആ ഒരു വ്രതത്തിലും അങ്ങനെയുള്ളൊരു വ്രതമാണ് ഞാൻ എടുത്തതും എന്നൊക്കെ പറഞ്ഞിട്ട് അലീന നിൽക്കുകയാണ്. ഒടുവിൽ അലീനയുടെ ആ ഒരു ഇത് വിജയിക്കുകയും സ്റ്റാൻലി മദ്യപാനം ഞാൻ ഉപേക്ഷിച്ചോളാം എന്നുള്ളത് അലീനയോട് തുറന്നു പറയുകയും അലീനയ്ക്ക് തൻ്റെ അടുത്തുള്ള മദ്യങ്ങളൊക്കെ ഒഴുക്കിക്കളയാനുള്ള അനുവാദം കൊടുക്കുകയും നിന്നേക്കാളും വലുതായിട്ടുള്ളതൊന്നും എനിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് സ്റ്റാൻലി. അങ്ങനെ സന്തോഷത്തോടു കൂടെ അലീന സ്റ്റാൻലിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ച കണ്ടിട്ട് ഒരു അസൂയ പോലെ ആൻ്റപ്പനും പൗലോസും നോക്കി നിൽക്കുകയാണ്. ഇതെന്തൊരു ജന്മമാണ്, എല്ലാവരെയും മയക്കിയെടുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ സാറും അവളുടെ കുപ്പിയിലായി എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്.